ദുനിയാവിൽ അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ മരണപ്പെട്ടാലും അള്ളാഹുവിനോട് മാത്രം ചോദിച്ചാൽ പോരെ, പിന്നെ എന്തിനാണ് പ്രവാചകന്റെ അടുത്തേക്ക് പോകുന്നത് എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ഒരു തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഈ ചോദ്യം ഉണ്ടാകുന്നത്. അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ അത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ദുനിയാവിലാണെങ്കിലും ബർസഖിലാണെങ്കിലും പരലോകത്താണെങ്കിലും ഒക്കെ പടച്ച റബ്ബിനോട് മാത്രമാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്, അത്രമാത്രമാണ് നടക്കുന്നതും. എന്നാൽ അതേസമയം മഹ്ശർ നടക്കുന്ന കാര്യങ്ങളെ ദുനിയാവുമായി നമുക്ക് താരതമ്യം ചെയ്ത് അത് അവിടെ അങ്ങനെയാണല്ലോ, അതുകൊണ്ട് ഇവിടെയും അങ്ങനെ ആവാം എന്ന് പറയാൻ നമുക്ക് വകുപ്പില്ല. മഹ്ശറിലാണെങ്കിലും പ്രവാചകന്മാരോട് ആരോടും പ്രാർത്ഥിക്കാൻ പോകുന്നുമില്ല. പ്രവാചകന്മാരെല്ലാം മഹ്ശറിലുണ്ട്, എല്ലാ മനുഷ്യരും അവിടെയുണ്ട്. അവിടെ നിൽക്കുന്നവരെ ചെന്ന് കണ്ട് ഈ ഒരു പ്രയാസഘട്ടത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്താൻ റബ്ബിനോടൊന്ന് പറയാമോ എന്ന് ചോദിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് ദുനിയാവിലും ജീവിതകാലത്ത് പ്രവാചകന്മാർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരോട് ജീവിതത്തിലെ പല ആവശ്യങ്ങൾക്കും വന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട ധാരാളം സംഭവങ്ങൾ കാണാൻ കഴിയും. രോഗികളായ ആളുകൾ, അതുപോലെ വ്യത്യസ്തമായ പരീക്ഷത്തിലകപ്പെട്ട ആളുകൾ, മഴയ്ക്ക് വേണ്ടി എല്ലാം നബിയുടെ മുമ്പിൽ വന്നുകൊണ്ട് നബി ഇങ്ങനെ പ്രയാസമുണ്ട്, നിങ്ങൾ ദുആ ചെയ്യണം എന്ന് പറഞ്ഞ സംഭവങ്ങൾ ധാരാളമുണ്ട്. അതുതന്നെയാണ് മഹ്ശറിലും സംഭവിക്കുന്നത്. നബി ഞങ്ങളെ ചെന്ന് കാണുന്നു, മറ്റു പ്രവാചകന്മാരും ചെന്ന് കാണുന്നു. ഈ ഒരു പ്രയാസഘട്ടത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്താൻ ഒന്ന് റബ്ബിനോട് ശുപാർശ ചെയ്യണം എന്ന് നേർക്കുനേരെ മുമ്പിലുള്ള നബിയോട് നേർക്കുനേരെ ചെന്ന് കണ്ട് പറയുകയാണ്. അല്ലാതെ നബിയെ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ, നബിയെ ഞങ്ങളെ നരകത്തിന് രക്ഷപ്പെടുത്തണേ എന്നൊന്നും അവിടെയും പറയാൻ അനുവാദമില്ല. അത് റബ്ബിനോട് ചോദിക്കുന്ന പ്രാർത്ഥന എന്ന ഗണത്തിൽ വരുന്ന കാര്യവുമല്ല. ദുനിയാവിൽ റബ്ബിനോട് ചോദിക്കുന്നത് കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായ അഭൗതിക മാർഗത്തിലുള്ള പ്രാർത്ഥനയാകുന്ന ചോദ്യങ്ങളാണ് ദുനിയാവിൽ വെച്ച് നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നത്. ആ ചോദ്യം പരലോകത്തും നബിമാരോട് ആരോടും ചോദിക്കുന്നില്ല. പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ പരലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദുനിയാവിലേക്ക് തെളിവാക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോൾ പരലോകത്ത് നഗ്നരായിക്കൊണ്ടാണ് എല്ലാവരും വരിക. അത് തെളിവാക്കിയിട്ട് എന്തിനാ അപ്പോൾ ദുനിയാവിൽ നമ്മൾ തുണിയെടുക്കുന്നത്? പരലോകത്ത് അങ്ങനെയല്ലേ, ബുഖാരി ഉദ്ധരിച്ച ഹദീസല്ലേ, മുസ്ലിമുള്ള ഹദീസല്ലേ, എല്ലാവരും വസ്ത്രമില്ലാതെ വരുമെന്നാണല്ലോ, അതുകൊണ്ട് നമ്മൾ ഇവിടെയും ഇനി വസ്ത്രം വേണ്ടതില്ല എന്ന് പറഞ്ഞാലോ? അതും നഗ്നരായി സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചാണ് മഹ്ശറിൽ സംഗമിക്കുന്നത്. അത് വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഇനി അങ്ങനെ ആവാം എന്ന് പറയാൻ പറ്റുമോ? ഒന്നുമില്ല. അപ്പം അത് മറ്റൊരു ലോകമാണ്. ദുനിയാവിൽ അള്ളാഹു റസൂലും പഠിപ്പിച്ച നിയമങ്ങൾ എന്താണോ ആ നിയമങ്ങൾ പാലിക്കുകയാണ് നമ്മൾ വേണ്ടത്. എന്നാൽ പ്രാർത്ഥന, ആരാധനാ വിഷയങ്ങളിൽ എവിടെയും മാറ്റമില്ല. അത് ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെടും മുമ്പ് തന്നെ റബ്ബ് നിശ്ചയിച്ച തീരുമാനമാണ്. റബ്ബിനെ മാത്രം ആരാധിക്കുക, അവരോട് മാത്രം പ്രാർത്ഥിക്കുക. അത് ഏത് ലോകത്തും ഏത് കാലത്തും മാറ്റമില്ലാതെ ആകാശഭൂമികൾ പോലും സ്വീകരിച്ചു പോന്ന ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന സത്യമാണ്. പടച്ച റബ്ബ് മാത്രമാണ് ആരാധ്യനായിട്ടുള്ളത്, ആരാധകർഹനായിട്ടുള്ളത്. അവനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നത് പ്രപഞ്ചത്തിൽ അള്ളാഹു നിശ്ചയിച്ച യാഥാർത്ഥ്യമാണ്. അതിൽ എവിടെയും മാറ്റം വരുന്നുമില്ല. അതിൽ പക്ഷേ പല ഉസ്താദന്മാരൊക്കെ രണ്ടും കൂട്ടിക്കുഴച്ച് അങ്ങനെ ഈ മരിച്ചുപോയ ആളോടും അല്ലാത്തവർക്ക് പ്രാർത്ഥിക്കാൻ തെളിവായി ഇത്തരം സംഗതികളെ പ്രചരിപ്പിക്കുമ്പോൾ അത് കേട്ട് തെറ്റിദ്ധരിച്ചുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ സഹോദരൻ ചോദിച്ചിട്ടുണ്ടാവുക. അല്ലാഹു അഅലം.